നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ടാം കൊട്ടിയൂർ എന്നറിയപ്പെടുന്ന ആറ്റടപ്പ ശ്രീ നൂഞ്ഞങ്കാവ് മഹാശിവക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് സമർപ്പണവും മാതൃസമിതി തിരുവാതിരയും കോഴിക്കോട് പ്രശാന്ത് വർമ്മ അവതരിപ്പിച്ച മാനസലഹരി ഭക്തിഗാനസുധയും നടന്നു. കമ്പേറ്റില്ലത്തിന്റെ ഊരായ്മ അവകാശമുള്ള ഈ ക്ഷേത്രം 50 വർഷങ്ങൾക്ക് മുന്നേ നട തുറന്ന് ദീപം തെളിയിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്നത്തെ നാട്ടുപ്രമാണിമാരുടെയും അഡ്വക്കേറ്റ് വി വിജയന്റെയും സാന്നിധ്യത്തിൽ കമ്പേറ്റില്ലത്ത് വാസുദേവൻ നമ്പൂതിരി നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ചാണ് പുനരുജ്ജീവന പ്രവൃത്തികൾ ആരംഭിച്ചത്. ആ സമയത്ത് ക്ഷേത്രത്തിന്റെ അവസ്ഥ തീർത്തും ദയനീയമായിരുന്നു. പിന്നീട് 1980 മുതലുള്ള കമ്മിറ്റിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെയാണ് നൂഞ്ഞിക്കാവ് ഇന്നത്തെ രൂപത്തിലേക്ക് ഉയർന്നു വന്നത്. വെള്ളൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി. ക്ഷേത്ര ഊരാളനായ ത്രിവിക്രമൻ നമ്പൂതിരിയും മേൽശാന്തി രാജേഷ് നമ്പൂതിരിയുടെയും സേവനങ്ങളും ക്ഷേത്രത്തിന് മുതൽക്കൂട്ടാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും ഒരുക്കി കൊടുക്കുന്നതിനും ബാലകൃഷ്ണൻ പ്രസിഡന്റും സെക്രട്ടറി രാജേഷ്, ട്രഷറർ കൃഷ്ണൻ, രക്ഷാധികാരി വി പുരുഷോത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തന്നെ ഓരോ പരിപാടി ഓരോ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഭക്തന്മാരുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തനം, ഒരുപാട് ചെറുപ്പക്കാർ, അതുപോലെ നല്ലൊരു മാതൃസമിതി, ഒരുപാട് ചെറുപ്പക്കാർ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ നിലയിലേക്ക് എത്തിച്ചത്. വളരെ അഭിമാനത്തോടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും, നൂഞ്ഞങ്കാവ് ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ അഭിമാനമാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമായി മാറി എന്നതാണ് വസ്തുത. ഇതിൻ്റെ പരിസരത്തായി ക്ഷേത്രത്തിന് സ്വന്തമായി സ്ഥലമെടുക്കുകയും സ്വന്തമായി വിലക്കെടുത്ത് സ്ഥലമെടുത്ത് അങ്ങനെ ആ സ്ഥലത്ത് ഒരുപാട് പരിപാടികൾ, ഈ ക്ഷേത്രത്തിൽ പരിപാടി നടത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ശിവക്ഷേത്രം പ്രത്യേക ഒരു സ്റ്റേജും അതുപോലെ സ്ഥലവും എല്ലാം ക്ഷേത്ര പരിപാലന കമ്മിറ്റി സ്വന്തമായി വിലക്കെടുത്ത ഒരുപാട് അങ്ങനെ വലിയൊരു സമ്പത്ത് ഈ ക്ഷേത്രത്തിന് ഉണ്ടാക്കാൻ ഈ പ്രദേശത്തെ ഭക്തജനങ്ങളുടെയും മറ്റു പ്രദേശത്തെ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ഊർജ്ജസ്വലരായ മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ നല്ല ഉദാഹരണമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളൊന്നായി ഈ ക്ഷേത്രത്തെ മാറ്റാൻ സാധിച്ചത്. നൂഞ്ഞിങ്കാവ് ക്ഷേത്രത്തിൽ ഗണപതി, ശാസ്താവ്, ഭഗവതി തുടങ്ങിയവർക്ക് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. എല്ലാ മാസവും ദേവീ പൂജയും വർഷത്തിലൊരു ദിവസം കോലത്തോടു കൂടിയുള്ള കലശപൂജയും നടത്തി വരുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും ശിവരാത്രി ഉത്സവത്തിനുമാണ് അന്നപ്രസാദം ഉണ്ടാവുക. വൻ ഭക്തജന സാന്നിധ്യമാണ് ഈ ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ും